അതാ ഇപ്പൊ കിട്ടി മക്കളെ കിട്ടി. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടിയിട്ടുണ്ട്. ഇത്രയാണ് കാശ്. കുട്ടി ഞങ്ങളുടെ വിശേഷങ്ങളെല്ലാം നിങ്ങളടുത്ത് പറഞ്ഞാണോ? എന്താ നീ പറഞ്ഞേ? ഞങ്ങൾക്ക് ഫസ്റ്റ് റവന്യൂ കിട്ടി. ഞങ്ങൾക്ക് യൂട്യൂബിൻ്റെ ഫസ്റ്റ് റവന്യൂ കിട്ടി. അപ്പം നമ്മളെപ്പോലുള്ള എല്ലാ കുഞ്ഞു ചാനലുകാരും ഇത് പ്രതീക്ഷിക്കുന്നതാണ് അല്ലേ. അപ്പം നമ്മുടെ എത്ര വർഷത്തെ പരിശ്രമമാണ് അല്ലേ നമ്മുടെ ഈ യൂട്യൂബ് വരുമാനം. അപ്പം ഞങ്ങൾ പൈസയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ആദ്യത്തെ റവന്യൂ ഞങ്ങൾ എങ്ങനെ ഏത് രീതിയിലാണ് ചിലവാക്കുന്നതെന്ന് നിങ്ങൾക്ക് ഞങ്ങളൊരു വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ഓട്ടോയിൽ കൊല്ലത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് കൊല്ലത്ത് കൈകട്ടീശോ പള്ളിയിലാണ്. അപ്പോൾ പള്ളിയിൽ പോകുന്നതിന് മുന്നായിട്ട് നമ്മളൊരു പൂക്കടയിൽ നിർത്തിയിട്ടുണ്ട്. അവിടെ നിന്നൊരു പൂമാലയും കൂടി മേടിച്ചിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ ചെറുതാകട്ടെ വലുതാകട്ടെ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും പ്രത്യേകിച്ച് ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. കാരണം നിങ്ങളുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ എത്താൻ കഴിഞ്ഞത്. അപ്പോൾ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി പള്ളിയിലേക്ക് പോകാം. നമ്മൾ പള്ളിയിൽ എത്തിയിട്ടുണ്ട്. വലിയ തിരക്കൊന്നുമില്ല. അവധി നമ്മൾ പള്ളിക്കകത്ത് കയറിയിട്ടാണ് നമ്മൾ കുരിശടിയിലേക്ക് പോകണത്. അപ്പോൾ ലിയയെ ആദ്യം പള്ളിയിൽ കയറുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പള്ളിയിലെ അകത്ത് നിങ്ങൾക്ക് ഓരോ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മുടെ കൊല്ലക്കാർക്കെല്ലാം ഈ പള്ളി അറിയാം. പക്ഷേ ഈ പള്ളി അറിയാത്ത ഒരുപാട് ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയാണ് ഞാൻ ഇവിടുത്തെ വീഡിയോ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ പള്ളിയുടെ വെളിയിലായിട്ട് നമുക്കൊരു കൈകെട്ടി ഈശോയുടെ കുരിശടിയുണ്ട്. അപ്പോൾ കുരിശടിയിലാണ് നമ്മൾ നേർച്ചയിടുന്നത്. നമ്മൾ പൂമാലയെ നേർച്ചയിടാനായിട്ട് ലിയയും ആദ്യം കൂടി അവിടെ പോകുന്നുണ്ട്. അപ്പോൾ അവർ പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് ഒരു ഹോട്ടലിലാണ്. അപ്പോൾ ഹോട്ടലിൽ നമ്മൾ ഫുഡിന് വേണ്ടി പാർസൽ പറഞ്ഞിരിക്കുന്നത്. അത് മേടിക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് മേടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് എൻ്റെ യൂട്യൂബിൻ്റെ വരുമാനം കിട്ടുമ്പോഴത്തേക്കും കുറച്ച് പേർക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കണമെന്നായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്ക് സാധിച്ചു. അപ്പോൾ ഞാൻ ഫുഡ് മേടിച്ച് നേരെ ആദ്യം കണ്ടത് ഒരു കണ്ണ് കാണാൻ വയ്യാത്ത അങ്കിളിനെയാണ്. അപ്പോൾ അങ്കിളിൻ്റെ കയ്യിൽ ഫുഡ് കൊടുത്തതിന് ശേഷം അങ്കിളിന് കഴിക്കാനുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്ക് ഒരുപാട് സന്തോഷമായി. നമ്മളെ ബ്ലെസ് ചെയ്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി നമ്മളെ ബ്ലെസ് ചെയ്തിട്ടാണ് വിട്ടത്. അത് കഴിഞ്ഞിട്ട് അവിടെ അടുത്തിരുന്ന അങ്കിൾമാർക്കെല്ലാം കൊടുത്തു. അപ്പം ഇനി ഇതിലും കൂടുതൽ ഫുഡ് എനിക്ക് മേടിച്ച് കൊടുക്കാൻ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നിങ്ങളും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ നേരെ RP മാളിലേക്കാണ് വന്നത്. അപ്പം ആദ്യമായിട്ടാണ് RP മാളിൽ വരുന്നത് തന്നെ. അപ്പോൾ സാധാരണ ഞാൻ കുട്ടികളെ പുറത്തെവിടെയും കൊണ്ടുപോകാറില്ല. കാരണം രണ്ടുപേർക്കും ഡസ്റ്റ് അലർജിയാണ്. ബീച്ചിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ തിരിച്ച് വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ശ്വാസമുട്ടും കാര്യങ്ങളും ആയിരിക്കും. അപ്പോൾ നമ്മുടെ RP മാളിൽ മുകളിൽ കുട്ടികൾക്ക് വേണ്ടി ഗെയിം കളിക്കുന്ന സ്ഥലമുണ്ട്. അപ്പം നമ്മൾ അവിടെ പോയിരിക്കുകയാണ്. അവിടെ നമ്മൾ 300 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ 5 കോയിനും 500 രൂപ പേ ചെയ്ത് കഴിഞ്ഞാൽ 10 കോയിനും നമുക്ക് കിട്ടും. അപ്പോൾ ഞങ്ങൾ 300 രൂപ പേ ചെയ്തിട്ട് 5 കോയിൻ മേടിച്ച് നമുക്ക് 5 ഗെയിം കളിക്കുന്ന സാധനങ്ങളിൽ കയറാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് പൊതുവേ ഗെയിം കളിക്കേണ്ട എങ്ങനെയാണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണ്ട. അവരൊക്കെ ഫോണിലൊക്കെ ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരവിടെ വന്നിരുന്നിട്ട് എനിക്കറിയാം ഞാനെല്ലാം ചെയ്തോളൂ എന്ന് പറഞ്ഞ് സ്വന്തമായിട്ട് തന്നെ ഗെയിമുകൾ കളിക്കുകയാണ്. ആദ്യം ഗെയിം കളിക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാത്തൊക്കെ പിടിച്ച് ഞെക്കുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കണുണ്ട്, നിനക്ക് ഇത് അറിയാവോ? ഇത് അമ്മയ്ക്കൊന്നും അറിയത്തില്ല, ഇതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് അവൻ തന്നെ എന്തൊക്കെയോ പരിപാടി അവിടെ നടത്തിയാണ്. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ടൈമിംഗ് ഉണ്ടല്ലോ, അത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഗെയിം തീരും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആദിക്ക് ഒരു ഗെയിം കളിച്ചപ്പോൾ 2 ടോയ്സ് ആദിക്ക് വിൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ആദ്യം ഭയങ്കര ഹാപ്പിയായി, 2 ടോയ് കിട്ടി. ഈ ടോയ് കിട്ടിയ ഉടനെ പറയുന്നത് എനിക്ക് മാസ്ക് മതിയായിരുന്നു. അത് നമ്മുടെ ഓരോ ആൾക്കാരുടെ ലെക്ക് മാതിരി ഇരിക്കും എന്ത് സാധനം കിട്ടണമെന്നേ. അപ്പോൾ ആദിക്ക് 2 ടോയാണ് കിട്ടിയത്. അപ്പം നമ്മൾ പിന്നെ ഇവിടെ നിന്നില്ല. കളിക്കാനാണെങ്കിൽ ഇനിയും ഒരുപാട് ഗെയിമുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ക്യാഷ് മൊത്തം അവിടെ തന്നെ ചിലവാകും. അത് കാരണം ഞാൻ പിന്നെ താഴത്തെ 2nd ഫ്ലോറിൽ കുട്ടികളെയും കൊണ്ട് വന്നു. അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ നമ്മൾ ഫുഡിനായിട്ട് ഓർഡർ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ ഒരു 10 മിനിറ്റ് പിടിക്കുമെന്ന് അവർ പറഞ്ഞു. അപ്പം ഫുഡിന് വേണ്ടി ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം തന്നെ സമയം ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ തിരിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് വീട്ടിൽ പോകണം. കാരണം തവളിയിൽ നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു. ഫുഡൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടു. പൊതുവെ ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കാൻ ജെൻസ് ഫുഡാണല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം സാധാരണ ഞാൻ കുട്ടികൾക്കത് മേടിച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ അവർ ആഗ്രഹം പറഞ്ഞപ്പോൾ അത് തന്നെ മേടിച്ച് കൊടുത്തു. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടനും കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നവരേക്കും എല്ലാവർക്കും ബായ്, ടേക്ക് കെയർ.